അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കിയ വാർത്തയായിരുന്നു ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കേരള വാർത്തയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇന്ന് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ കോടതിയിൽ തനിക്കെതിരായിട്ടുള്ള സ്വകാര്യ അന്യായം റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യമാണ് ഇന്നിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ ഒരു നിയമസാധുത പരിശോധിക്കാൻ വിജിലൻസ് കോടതിക്ക് അധികാരമില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. അജിത് കുമാറിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിനെ കുറിച്ച് നമുക്കറിയാം എന്തായിരുന്നു ഉണ്ടായിരുന്നത്. ADGP അജിത് കുമാറിന്റെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം, അദ്ദേഹത്തിന്റെ പുതിയ വീട് പണിയുന്നത് ഉൾപ്പെടെയുള്ള അദ്ദേഹം സമ്പാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നൽകിയ ഒരു അഡ്വക്കേറ്റ് നൽകിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസിന്റെ തുടക്കമുണ്ടായിരുന്നത്. അതിൽ നമുക്കറിയാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത്. അവിടെ കോടതി ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ആശ്വാസമെന്ന് വിളിക്കാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. മറ്റൊന്ന്, അജിത് കുമാറിനെതിരെ ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തുടരന്വേഷണം ഇല്ല എന്നുള്ളതാണ്. തുടരന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ ഈ കേസ് റദ്ദാക്കപ്പെട്ടു, ഇല്ലെങ്കിൽ കേസ് ഇല്ലാതാകുന്നു, പൂർണ്ണമായിട്ട് അജിത് കുമാറിന് ഈ കാര്യത്തിൽ ഒരു ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ തുടരന്വേഷണം വേണ്ട എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് ക്ലീൻ ചിറ്റ് തള്ളിയ കോടതി ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വിജിലൻസ് അന്ന് നൽകിയിരുന്ന ക്ലീൻ ചിറ്റാണ്, അത് തള്ളിയ ഉത്തരവാണ് ഇന്നിപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശം നീക്കി എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഉണ്ടായിരുന്ന ആ പരാമർശമാണ് ഹൈക്കോടതി നീക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറ്റി എന്നുള്ള കാര്യം ആശ്വാസകരമാണ് സർക്കാരിനെ സംബന്ധിച്ച്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കേസ് ഇല്ലാതാവുകയോ ഈ കേസിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഹർജിയിലെ കാര്യങ്ങളൊന്നും ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വീണ്ടും എടുത്തു പറയുന്നു. മറ്റൊന്ന്, അന്നത്തെ വിജിലൻസ് കോടതി ഉത്തരവിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാനാകില്ല എന്നായിരുന്നു അന്ന് വിജിലൻസ് കോടതി പറഞ്ഞിരുന്നത്. അതാണ് ഇന്നിപ്പോൾ കോടതി നീക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷ വിമർശനം അന്ന് കോടതി നടത്തിയിരുന്നു. കാരണം അത് ADGP അജിത് കുമാറിന്റെ താഴെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ആ കേസ് അന്ന് അന്വേഷിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അത് കുറച്ചുകൂടി ഫേവർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും നടന്നത് എന്നുള്ള രീതിയിലായിരുന്നു കോടതി അതിനെ നിരീക്ഷിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു ഒരു വിമർശനം ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ ഉന്നതർക്ക് അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആ കേസുമായി ബന്ധപ്പെട്ട് കേസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വഴിതിരിക്കാനുള്ളൊരു സാധ്യത കോടതി കണ്ടിരുന്നിരിക്കാം വിജിലൻസ് കോടതി. അതുകൊണ്ടായിരിക്കും അത് ഇടപെടാനാകില്ല എന്ന് മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചുകൂടിയായിരിക്കും പറഞ്ഞത്. മുഖ്യമന്ത്രി വിജിലൻസിന്റെ ഭരണത്തലവൻ മാത്രമാണ്, അന്വേഷണ കാര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി ഇടപെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് വിജിലൻസ് കോടതി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, മുഖ്യമന്ത്രി ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇല്ലെങ്കിൽ ആ വകുപ്പിന്റെ മന്ത്രിയാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു രീതിയിലും ഈ കേസ് അന്വേഷണവുമായിട്ട് ഇടപെടാൻ സാധിക്കില്ല എന്നിപ്പോൾ പ്രതിപക്ഷമൊക്കെ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയായിരുന്നു. അതായത് സ്വാധീനിക്കപ്പെടുമോ, ഇല്ലെങ്കിൽ ഇതിപ്പോൾ കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാവുമോ അന്വേഷണത്തിൽ വരിക എന്നൊക്കെയുള്ളതായിരുന്നു. അങ്ങനെയാണ് ആ ക്ലീൻ ചിറ്റിലേക്കൊക്കെ അന്ന് പോയിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഹർജിയിലെ ആവശ്യങ്ങളാണ്. അതായത് അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിലെ ആവശ്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധിക്കെതിരെയായിരുന്നു ആ ഹർജി ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊന്ന്, കേസിൽ വസ്തുതകൾ ശരിയായി വിലയിരുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് വസ്തുതകൾ വിലയിരുത്തിയില്ല എന്ന് വിജിലൻസ് കോടതിക്കെതിരായിട്ടായിരുന്നു ഈ അപ്പീലിലുണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു. MR അജിത് കുമാർ ഇത്രയും ആവശ്യങ്ങളുമായിട്ടായിരുന്നു കോടതിയിലേക്ക് എത്തിയിരുന്നത്. അപ്പം ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അജിത് കുമാറിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന, ഇല്ലെങ്കിൽ കോടതി ഇപ്പോൾ മുഖ്യമന്ത്രി ഒഴിവാക്കിയിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും തുടരന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇതെങ്ങനെയാണ് ആശ്വാസമാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. അജിത് കുമാറിന് ഇത് ആശ്വാസമാകുന്നത് എങ്ങനെ എന്നുള്ളത്, ഇത് ഒരു തരത്തിലും, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അജിത് കുമാറിന് ഒരു ആശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അങ്ങനെ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ കേസ് എവിടെയും പോകുന്നില്ല, ആ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്.
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹർജിക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാരിനെ അതായത് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി വേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹർജിക്കാരനെ സംബന്ധിച്ച് വഴികളുണ്ട്. പരാതിക്കാരന് ഇനി വേണമെങ്കിൽ സർക്കാരിനെ സമീപിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ കേസിൽ നിന്ന് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവുകളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ അജിത് കുമാറിനൊരു ആശ്വാസത്തിലേക്ക് കടക്കാൻ സാധിച്ചു എന്നതിൽ പറയാൻ സാധിക്കില്ല. ഒരു താൽക്കാലിക ആശ്വാസം ഇല്ലെങ്കിൽ ഒരു പകുതി ആശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം. വിജിലൻസ് കോടതിയെ സംബന്ധിച്ച് ആ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ പല കാര്യങ്ങളിലും കോടതി അജിത് കുമാറിന് അനുകൂലമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പല വിഷയങ്ങളിലും വിജിലൻസ് കോടതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായി ഈ കേസിൽ നിന്ന് അജിത് കുമാറിന് പിന്നോട്ടു പോകാൻ സാധിക്കില്ല. മാത്രവുമല്ല ഈ കേസുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനെ ഉൾപ്പെടെ സമീപിക്കാനുള്ള സാധ്യത ഈ പരാതിക്കാരനുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഈ കേസ് ഇനി ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഇത് അന്വേഷിക്കുന്നത്, ഇതിന് കോടതിയിൽ ഏത് തരത്തിലായിരിക്കും ഇത് പരിഗണിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും അറിയാൻ സാധിക്കുക. മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെയായിരിക്കും അതിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടോ, മുഖ്യമന്ത്രിയുമായിട്ടുള്ള എം ആർ അജിത് കുമാറിന്റെ ബന്ധം, അതുവഴി BJP-യുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം പൊതുവെ ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇന്നത്തെ കോടതി സംഭവങ്ങളും വലിയ ചർച്ചയാകാനും ഇല്ലെങ്കിൽ അതിനെ CPM എടുത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് ഉപയോഗിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ കേസ് അവസാനിക്കുന്നില്ല. അജിത് കുമാറിന്റെ ആ കുരുക്ക് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതൊന്നും ലൂസായി എന്നല്ലാതെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും ഇന്ന് കോടതിയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്.